കാസർഗോഡ് ചട്ടഞ്ചാലിൽ കനത്ത മഴയിൽ വീട്ടുമുറ്റത്തേക്ക് മണ്ണിടിഞ്ഞു. മാച്ചിപ്പുറം സ്വദേശി രവീന്ദ്രന്റെ വീടിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. കൂറ്റൻ കല്ലുകൾ ഉൾപ്പെടെ വീട്ടുമുറ്റത്തേക്ക് പതിഞ്ഞു. അടിയന്തര സഹായം ലഭ്യമാകുന്നില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി. അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചട്ടഞ്ചാൽ മാച്ചിപ്പുറം സ്വദേശി രവീന്ദ്രന്റെ വീട്ടുമുറ്റത്താണ്. വീട്ടുമുറ്റത്തേക്ക് ഇപ്പോൾ വലിയ കൂറ്റൻ പാറക്കെട്ടുകൾ ഉൾപ്പെടെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഇപ്പോഴും അപകടാവസ്ഥയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2 ദിവസം മുൻപാണ് ആദ്യമായി ഈ പാറക്കല്ലുകൾ താഴേക്ക് ഇടിഞ്ഞു വീണത്. തുടർന്ന് കാസർഗോഡ് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി ഇവിടുന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും ഇവിടേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വലിയ അപകട ഭീഷണി ഉയർത്തിയാണ് ആ വലിയ പാറക്കല്ലുകൾ നിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 2-3 ദിവസമായി അതിതീവ്രമായ മഴ തുടരുകയാണ്. ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടാണ്. പക്ഷേ മഴയ്ക്ക് വലിയ രീതിയിലുള്ളൊരു ശമനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഈ വീട്ടുകാരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായിട്ടില്ല. റവന്യൂ വകുപ്പ് അധികൃതർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിഹാര നടപടി ഇതുവരെയും ആയിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇപ്പം നിലവിൽ എന്താണ് അവസ്ഥ? നിലവിലെ അവസ്ഥ ഇതന്നെ. ഇത് ഭയങ്കര പേടിയുണ്ട്. കാരണം ഇത് ഇന്നലെ വരെ ഒരു സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന് ഈ കല്ല് ഇന്നലെ രാത്രി 11 മണിക്കാന്ന് അള്ളിയിട്ട് വീണത് ഇവിടത്തേക്ക്. ഇതിപ്പോൾ എന്തും സംഭവിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണുള്ളത്. അധികൃതരെല്ലാം അറിയിച്ചിട്ട് അവർക്കെല്ലാം അറിവ് കിട്ടി. ഞാൻ രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ലെങ്കിലും ഇവരെല്ലാം അറിവ് കിട്ടിയിട്ട് 2-3 ദിവസം ശനിയാഴ്ച വൈകുന്നേരം മുതലേ ഫയർഫോഴ്സ് വന്നിട്ടായിട്ടാകുമ്പോൾ അവർ ചാനലിൽ ഇട്ടിട്ട് എല്ലാം അറിഞ്ഞതാണ്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും വന്നിട്ട് നോക്കിയിട്ട് പോയതല്ലാതെ ഇതിന് ഒരു പരിഹാരം ഈ സമയം വരെ ആയിട്ട് ഇല്ല. ഒരു 60 മണിക്കൂറിൻ്റെ അടുത്തായി. ഇതിപ്പോൾ ഏറ്റവും അവസാനം മണ്ണിടിഞ്ഞ് വീണത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ വലിയ ഭീമാകാരമായിട്ട് ഇപ്പോൾ അവിടെ ഇല്ല കല്ല് ഇടിഞ്ഞു വീണത്. അപ്പോൾ ആ ഷീറ്റ് ഞാൻ അതിന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചതാണ്. ആ ഷീറ്റ് ഉള്ളത് കൊണ്ട് വീട്ടിന് അടിച്ചിട്ടില്ല. അല്ലെങ്കിൽ വീട്ടിന് അടിച്ചാൽ വീട് ഷെയ്ക്കാവും. കാരണം അത്ര ഹെവി ഡെൻസിറ്റിയിലെ പാറയാണത്. ചേച്ചി ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താഴെ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എത്ര നിങ്ങൾ ഈ വീട്ടിലുണ്ട്? 2 കുട്ടികളും ഞങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ മാറി താമസിക്കുന്നുണ്ട്? തൽക്കാലം ഈ വീട്ടുകാർ മാറി താമസിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ വീടിനൊരു സുരക്ഷ ഉറപ്പാക്കണം, സുരക്ഷാ ഭിത്തി സ്ഥാപിക്കണം. പക്ഷേ അതിലൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ മുകളിൽ നിന്ന് പാറ ഏത് സമയം വേണമെങ്കിലും താഴേക്ക് വീഴാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ അടിയന്തരമായി ഈ റവന്യൂ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് വീട്ടുകാർ പറയുന്നത്.